അങ്ങനെ അവസാനം സുകുമാരക്കുറുപ്പും പെടുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ കേരളത്തിലെ പോലീസോ ക്രൈംബ്രാഞ്ചോ പലരും കടന്ന് പെനഞ്ഞിട്ട് കിട്ടിയിട്ടില്ല പുള്ളീനെ. കഴിഞ്ഞ 25 വർഷമായിട്ട് വിദേശത്ത് കറങ്ങി നടക്കുകയാണ് പുള്ളി. ക്രൈംബ്രാഞ്ച് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പുള്ളി ഹൃദ്രോഗം വന്നിട്ട് മരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന്. എന്നാൽ ആ ഊഹങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇപ്പൊ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 24 ന്യൂസിന്റെ ടീമാണ് സുകുമാരക്കുറുപ്പിന്റെ താവളം കണ്ടുപിടിച്ചതും അയാളുടെ 2023 ഒരു ഫോട്ടോ, പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു ഫോട്ടോയും പുറത്തു വിട്ടിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ന്യൂസാണ് 24 ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. എന്താലേ, പുള്ളിയുടെ പേരിലൊരു സിനിമ വരെ ഇറങ്ങി. സുകുമാരക്കുറുപ്പ് മാസമായിട്ട് കാണിച്ചിട്ടൊരു പടം വരെ ഇറങ്ങി. ഒന്നും ഇതുവരെ കൂടി ആ പുള്ളിനെ അറസ്റ്റ് ചെയ്യാനോ, ഇത്രയും ടെക്നോളജി വളർന്നിട്ട് കൂടി സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു തോൽവിയുടെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ന്യൂസ് വന്നത്. ഇതിനൊക്കെയാണ് പറയുന്നത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവുന്ന്. എത്ര കാലം പുള്ളി ഇങ്ങനെ ഒളിവിൽ നടക്കും? എന്നായാലും ഒരു ദിവസം പെടും എന്നുള്ളതിന്റെ ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഷോക്കായി. കാരണം അതെങ്ങനെയെന്നുള്ള തോട്ട്. ഇതിനു മുന്നേ ഒരു ഹോസ്പിറ്റൽ കേസിൽ എന്തോ പുള്ളി ഹാർട്ട് ബേസ് ഇഷ്യൂ വന്നിട്ട് ട്രീറ്റ്മെന്റിന് തേടി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ചിന്തിക്കുക ഒരുപാട് കൊല്ലായില്ല, ഒരു പക്ഷേ പുള്ളി മരിച്ചു കൊണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. പുള്ളി ഇപ്പോഴും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഈ അടയ്ക്കാമോഷണം, ചെറിയ ചെറിയ കത്തിക്കുത്ത്, അങ്ങനത്തെ ക്രൈമുകളൊക്കെ നിലനിൽക്കുന്ന പഴയ കാലഘട്ടത്ത് ഇൻഷുറൻസ് തട്ടിപ്പിനെ കുറിച്ചിട്ട് ബോധവാനായി ആരും ചെയ്യാത്ത ലെവല് ക്രൈം ചെയ്യുന്ന ചിന്തയിലേക്ക് ചിന്തിച്ച മനുഷ്യനാണ് പുള്ളി. അത് സിനിമയിലേക്ക് വളരെ സിനിമാറ്റിക് ആയിട്ട് നമ്മൾ കണ്ടപ്പോൾ ഫീൽ അടിച്ചെങ്കിലും ഭയങ്കര ഒരു ബ്രൂട്ടൽ മൈൻഡ് സെറ്റാണ് അതൊക്കെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തൊടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക. പക്ഷെ ഇപ്പോ പെടുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും വിവരങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും പുള്ളിക്ക് അധിക കാലം ഒളിവിൽ കഴിയാൻ പറ്റുന്നുണ്ടാവില്ല. മിക്കവാറും വൈകാണ്ട് ഒരു അറസ്റ്റ് നമുക്ക് കാണാം. സുകുമാരക്കുറുപ്പ് എന്ന വൻമരം വീഴുന്നു എന്നുള്ളൊരു ലെവലിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. എന്നാലും എങ്ങനെയല്ലേ ഒരു വലിയൊരു ക്രൈം, അതും ഒരാളെ പച്ചയ്ക്ക് കത്തിച്ചിട്ട് പോയ മനുഷ്യനാണ്. അങ്ങനെ ഒരു ബ്രൂട്ടൽ ക്രൈം ചെയ്ത വ്യക്തി ഇത്ര കാലമായിട്ട് ഒളിവിൽ കഴിയാന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഇല്ലേ? അതും വിദേശത്തൊക്കെ ഈ പാസ്പോർട്ട് ആണെങ്കിലും ഫേക്കായിട്ട് പ്രൂഫ് ഉണ്ടാക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറതൊന്നുമല്ല. 1-2 വർഷമല്ല, 25 വർഷം. സാധാരണ ഒട്ടുമിക്ക ക്രിമിനൽസും പോലീസിന്റെ കീഴിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിയമപരമായിട്ട് കുടുങ്ങിപ്പോവും. ഇത് ഈ പുള്ളിക്കാരൻ 25 കൊല്ലമായിട്ട് ആളുകളെ പറ്റിച്ച് ജീവിച്ചു എന്ന് പറയുമ്പോഴാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആവില്ല. പുള്ളിയുടെ പിന്നിലൊക്കെ ചിലപ്പോൾ വൻ സെറ്റപ്പ് ഉണ്ടായിരിക്കും. പല ഗുണ്ട നേതാക്കന്മാരായിട്ടും പല ഇടപാടുകൾ ഉണ്ടായിരിക്കണം. അല്ലാണ്ടൊന്നും ഇത്ര കൊല്ലമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആരുടെയെങ്കിലൊക്കെ ഹെൽപ്പ് ഇല്ലാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. പുള്ളിയെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയോ ഉണ്ട്. ഒരുപക്ഷെ ഇനി വഴിയെ വരുന്നതൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കാം. ഇത്ര കാലം പുള്ളി എങ്ങനെ സർവൈവ് ചെയ്തു, പുള്ളിയുടെ ഫൈനാൻഷ്യൽ ലെവൽ എന്താണ്, എല്ലാം ഇനി പുറത്തു വരും.